നമസ്തേ. പ്രണവസംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള 2025 ശനിയുടെ മാറ്റത്തെക്കുറിച്ചും അതുമൂലം ഉണ്ടാകാവുന്ന 27 നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തരത്തിൽ അത് ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. 2025 മാർച്ച് മാസം 29 തീയതി 1200 ആണ്ട് മീനമാസം 15 തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുന്ന ഈ ഒരു സമയം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ശനി ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ശനി നിൽക്കുന്ന നക്ഷത്രമായിട്ടുള്ള പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും അതുപോലെ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്കും അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രക്കാർക്കും ശനി ദോഷകരമായി ബാധിക്കുന്നു. അതായത് ശനി നിൽക്കുന്ന 2ഉം 12ഉം ഭാവം ആയിട്ടുള്ള മേടൻ രാശി നക്ഷത്രക്കാർക്കും അതുപോലെ കുംഭൻ രാശി നക്ഷത്രക്കാർക്കും ഏഴരശനി ദോഷം നടക്കുന്ന സമയം, അല്ലെങ്കിൽ ജന്മശനി ഏഴരശനി ദോഷം നടക്കുന്ന സമയം കൂടി ആയതിനാൽ ഈ ഒരു നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 4ാം രാശി നക്ഷത്രമായിട്ടുള്ള മകയിരം, അര, തിരുവാതിര, പുണർദത്തിൻ മുക്കാൽ നക്ഷത്രം 4ാം രാശിയും അതുപോലെ ഉത്രത്തിൻ മുക്കാൽ, അത്തം, ചിത്തിരയര 7ാം രാശി കന്നിരാശി നക്ഷത്രക്കാരും 10ാം രാശി നക്ഷത്രമായിട്ടുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ കാൽ നക്ഷത്രമായിട്ടുള്ള ധനു രാശിക്കാർക്കും കണ്ടകശനി ദോഷം ഈ ഒരു വർഷം ആരംഭിക്കുകയായി. ഈ ഒരു സമയം നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട പരിഹാരങ്ങളും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചുമാണ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഈ ഒരു സമയം കഷ്ടനഷ്ടങ്ങളും അതുപോലെ രോഗാദി ദുരിതങ്ങളും കലഹങ്ങളും ഒക്കെ വന്നു ചേരുകയും അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഈ ഒരു നക്ഷത്രക്കാര് പ്രധാനമായിട്ടും തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരിക, തൊഴിൽ സ്ഥാനത്ത് മാറ്റങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സംരംഭത്തിൽ കലഹങ്ങൾ ഉണ്ടാകുക, മേലധികാരികളുടെ കോപങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് തർക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും, സഹപ്രവർത്തകര് അതുമല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം വേർപിരിയാനോ അല്ലെന്നുണ്ടെങ്കിൽ കലഹങ്ങൾ ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യത തൊഴിൽ മേഖലയിലും അതുപോലെ നല്ല രീതിയിൽ ഉയർച്ചയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്കിടയിലേക്ക് ചെറിയ രീതിയിൽ തൊഴിലിന് പുരോഗതി കുറവ് ഉണ്ടാകുക, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഒരു സ്തംഭന അവസ്ഥ ഉണ്ടാകുക എന്നുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരാൻ വളരെ സാധ്യതയുള്ളതിനാൽ ആ തൊഴിൽ മേഖലയിലും ഉള്ളവർ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധം നല്ല രീതിയിൽ നടക്കുന്ന കുടുംബാംഗങ്ങളിലേക്കൊക്കെ പരസ്പരം കലഹങ്ങൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ പരസ്പരം വേർപിരിയലുകൾ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചക്കേടുകൾ, സൗന്ദര്യ പിണക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുവാനും അതുപോലെ ഗൃഹത്തിൽ സ്വസ്ഥതക്കേട്, ചെറിയ രീതിയിലുള്ള സമാധാനക്കേടുകൾ വന്നു ചേരാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാനും ഈ ഒരു സമയത്ത് സാധ്യത കാണിക്കുന്നു. കുട്ടികൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം സുഹൃത്തുക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ കൂട്ടുകൂടലുകൾ മുഖാന്തരമോ ഒക്കെ ചിലപ്പോൾ കേസ്, വഴക്ക്, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും കോടതി സംബന്ധമായിട്ടോ പോലീസ് സ്റ്റേഷൻ സംബന്ധമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഉണ്ടാകുവാനും
മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ സ്ഥലതർക്കങ്ങളോ അല്ലെങ്കിൽ ഭൂമി തർക്കങ്ങളോ സംബന്ധമാകുന്ന രീതിയിലുള്ള കേസ്, വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നു. അതുപോലെ പരീക്ഷ സമയം അടുക്കുന്ന അല്ലെങ്കിൽ പരീക്ഷാ സമയത്തൊക്കെ നമുക്ക് തളർച്ച, ക്ഷീണം, അലസത, മടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രോഗങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. പ്രധാനമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, തലവേദന, ഉദരവ്യാധി അതായത് വയറുവേദന എന്നീ രോഗങ്ങൾ നമ്മളെ ബാധിക്കുവാനോ അതുമൂലം വേദനാജനകമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാനോ ഒക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് കണ്ടുവരുന്നു. യാത്ര ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും വാഹനം ഓടിക്കുന്നവരും അതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുമൊക്കെ ഏറെ ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനും വലതുഭാഗമുള്ള അവയവങ്ങൾക്ക് പൊട്ടലോ ചതവോ പരിക്കുകളോ ഏൽക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു സമയത്ത് 29-ാം തീയതി വരെ ഈ ഒരു സമയം നമുക്ക് ഏറെ നല്ലതായിട്ട് നിന്നിരുന്ന ആൾക്കാർക്കിടയിലേക്ക് ഒരു ദോഷമാംവിധമുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഈ ഒരു സമയം ശനി നമുക്ക് ദോഷകരമായിട്ട് വരുന്നത് 2 വർഷം 5 മാസം 24 ദിവസമാണ്. ഈ 2.5 വർഷ കാലഘട്ടം എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥന, പൂജകൾ, വഴിപാടുകൾ, ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ ചെയ്യുന്നത് ഏറെ നല്ലതായിരിക്കും. ഇനി ഈ തരത്തിലുള്ള ദോഷങ്ങൾ, ശനീശ്വര ദോഷങ്ങൾ ബാധിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും രാശികളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെ വഴിപാടുകൾ നമുക്ക് ഇതിലൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ സമാധാനം കിട്ടും, അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പരിഹാരമാണ് പറയുന്നത്. നമുക്ക് ശനീശ്വര സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് പ്രധാനമായിട്ടും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറെ നല്ലതാണ്. അയ്യപ്പ ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുക, അല്ലെങ്കിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശനിഗ്രഹ ശാന്തി വഴിപാടുകളും അതുപോലെ ശനിഗ്രഹത്തിനായിട്ടുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശനിഗ്രഹ ശാന്തി മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറെ നല്ലതാണ്. അതുപോലെ ഹനുമാൻ സ്വാമിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും വടമാല വഴിപാട് അതുപോലെ അവിൽ നേദ്യം നടത്തുന്നതും ഒക്കെ നല്ലതാണ്. ശിവക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി അതുപോലെ ആയുർ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി, ജലധാര എന്നിവ നടത്തുന്നതും ഏറെ നല്ലതാണ്. പ്രധാനമായിട്ടും ശനി ദോഷം ബാധിക്കുന്ന 4, 7, 10 രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാർ, അതായത് ശനിദോഷം ബാധിക്കുന്ന 4ാം രാശി നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനൻ രാശിക്കാരാണ്. മകൈരം, അര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രവും 7ാം രാശി നക്ഷത്രമായിട്ടുള്ള ഉത്രത്തിൻ മുക്കാല്, അത്തം, ചിത്തിരേര നക്ഷത്രവും 10ാം രാശിക്കാരായിട്ടുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ കാൽ നക്ഷത്രക്കാരും പ്രധാനമായിട്ടും ശനി ക്ഷേത്രങ്ങളായിട്ടുള്ള, അതായത് അയ്യപ്പ ക്ഷേത്രത്തിലും അതുപോലെ ശനി ദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രത്തിലും ശബരിമല ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും യഥാശക്തി അവിടെ നീരാഞ്ജനം വഴിപാടുകൾ അതുപോലെ അഷ്ടോത്തര നാമാർച്ചന, സഹസ്രനാമാർച്ചന നടത്തുന്നതും നീലപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുന്നതുമൊക്കെ ഏറെ നല്ലതായിരിക്കും. അതുപോലെ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാരും പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള മീനൻ രാശിക്കാരും അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രമായിട്ടുള്ള മേടം രാശി നക്ഷത്രക്കാർക്കും 7.5 ശനി, ജന്മശനി ദോഷം നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി അതുപോലെ ആയുർ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി, ഹനുമാൻ സ്വാമിക്ക് വടമാല അല്ലെന്നുണ്ടെങ്കിൽ അവൽ നേദ്യം ഈ വഴിപാടുകളും അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനി ഗ്രഹ ശാന്തി മന്ത്രപുഷ്പാഞ്ജലിയും അയ്യപ്പ ക്ഷേത്രത്തിലെ നീരാഞ്ജനം, എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, എള്ള് നിവേദ്യം, എള്ള് പായസം എന്നീ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഏറെ നല്ലതാണ്. ഞാൻ ഇനി ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ
നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.